ഹലോ, വെൽക്കം ബാക്ക് ടു ഗുബൂസ് വേൾഡ്. അപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് നേരം വന്നിരിക്കട്ടെ. മോർണിംഗത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാച്ചിന് സ്കൂളിലേക്ക് വിട്ടു. അപ്പോൾ തുണിയൊക്കെ ഞാൻ പുറത്ത് അലക്കിയിട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന തുണികൾ കാറ്റ് കാലമൊക്കെ നിലത്തേക്ക് വീണു. അതുപോലെ നേരം പുറത്ത് തന്നെ ഇരിക്കണം, തുണികളൊക്കെ പറന്നു പോകുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വായിച്ച് കഴിഞ്ഞാൽ പത്രം പുറത്തിരിക്കട്ടെ, അതും കാറ്റത്തല്ലെങ്കിൽ പറന്ന് പേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് ഇതാവും. അത് കാരണം ഫസ്റ്റ് തന്നെ ഞാൻ അത് കബോർഡിലെടുത്ത് വെച്ച് മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ ബാങ്കിലേക്ക് പോയിക്കാണ്. അപ്പോൾ അമ്മ കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചെയ്ത ഡെക്കോറാട്ടോ. നമ്മുടെ ഫൈബറിൻ്റെ പ്ലേറ്റ് ഇല്ല, അത് നാശമായപ്പോൾ അതിൽ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് വരച്ചതാണ്. അപ്പോൾ അമ്മ വെച്ചത് ഉപ്പേരി കേട്ടോ, ഉണ്ണിപ്പിൻ്റെയും പയറും ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് വറുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലൂപിക്ക, അതുപോലെ തന്നെ നെല്ലിക്കയും കൂടി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാവാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പേപ്പറൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു പേപ്പർ വെച്ച് അടുപ്പൊക്കെ കത്തിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരിക്കുക വന്നപ്പോൾ ഞാൻ 2 ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുപ്പി വൃത്തിയാക്കിയിട്ട് 2 ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ തീർന്നു. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ഈ പ്ലാന്റ് എന്തോരം കാലം വേണമെങ്കിലും നിൽക്കട്ടെ, വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇത് വേരും വരും, ഇടയ്ക്ക് വെള്ളം ഫില്ല് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാനതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ബോട്ടിലൊക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മ ചോറൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അടച്ചു. പിന്നെ അങ്ങനെ പതിയെ റൂമിലേക്ക് പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ വിരിച്ചൊക്കെ ഇട്ടു. അങ്ങനെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ വാച്ചിയുടെ പാവയാട്ടത്. അപ്പോൾ വാച്ചിയുടെ പാവ നിലത്തിരിക്കണ്ടായിരുന്നു. അപ്പോൾ പാവയൊക്കെ സെറ്റിയുടെ മുകളിൽ കയറ്റി വെച്ചു. പിന്നെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നേരെ ഇട്ട് കഴിഞ്ഞിട്ട് തുണികളൊക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോൾ തുണികളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ മടക്കി ഞാൻ കബോർഡിലേക്ക് വെച്ചു. വാവാച്ചി കബോർഡിലത്തെ വാച്ചിയുടെ തുണികൾ അവളുടെ കുളി കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ ആകെ വലിച്ചിടും. എന്തോരം ഒതുക്കി വെച്ചാലും വീണ്ടും വീണ്ടും അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് അടിയിൽ നിന്ന് വലിക്കുമ്പോൾ അതൊക്കെ താഴ്ത്തിക്ക് ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ കബോർഡും കാര്യങ്ങളൊക്കെ അടച്ചു. പിന്നെ 4 മണിക്കുള്ള പടവലങ്ങി മുട്ടയും രാത്രിക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പടവലങ്ങി കഴിഞ്ഞ് വെച്ചു. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ച് വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ മൂടി തന്നെ എടുത്തിട്ട് വേഗം അടച്ചു വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോൾ വാച്ചി സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ വാച്ചിന് മേലൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മെല്ലെ കടയ്ക്ക് പോയി. അപ്പോൾ കടയ്ക്ക് പോയിട്ട് മേടിച്ച് പോകുന്ന സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വാച്ചിയും കൂടി മോളിക്ക് വന്ന് ഞങ്ങൾ കുഞ്ഞാലാടാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ മുകളിൽ കുറച്ച് തുണികളൊക്കെ ഉണക്കാട്ടുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വയ്ക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഈ വീഡിയോയ്ക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ പുല്ല് ആയിട്ടാണ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ അതൊക്കെ വൃത്തിയായി കിടക്കും നോക്കി.